നമ്മള് എന്താണ് അഭിമുഖം തുടങ്ങിയപ്പോൾ തന്നെ അമേരിക്കൻ രാഷ്ട്രീയത്തിലേക്ക് അങ്ങ് കയറി അല്ലേ? അപ്പം അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് കുറച്ച് പേഴ്സണൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ട് വീണ്ടും മടങ്ങി വരാം. ഞാന് സാറിന്റെ ഫേസ്ബുക്കിൽ ഇങ്ങനെ ഒരു ബയോ നോട്ട് കണ്ടായിരുന്നേ. അത് എനിക്ക് തോന്നുന്നു എന്താണ്, ഉള്ളതിനെ അറിയണമെങ്കിൽ അതിന് അറിവുണ്ടായേ തീരൂ, അറിയണമെങ്കിൽ അത് ഇല്ലാതാവണം, അല്ല ഉള്ളത് ഇല്ലാതാവണം. എന്താണ് അത്? എന്തെങ്കിലും ആത്മീയമായ എന്തെങ്കിലും ആ, ഉദ്ദേശിച്ചാണോ അങ്ങനെ എഴുതിയിരിക്കുന്നത്, അതോ എന്താണ് അതിന്റെ സാങ്കത്യം? അതെന്റെ ഒരു പേഴ്സണൽ ഫിലോസഫിയാണത്. നമ്മള് നമ്മളിൽ തന്നെ വിട്ടുപോയെങ്കിലേ മറ്റുള്ളതിനെ അറിയാൻ സാധിക്കുള്ളൂ എന്നുള്ളതാണ് അതിന്റെ ചുരുക്കം പറയാൻ. നമ്മൾ ഇതുവരെ ആർജിച്ച വിജ്ഞാനവും അല്ലെങ്കിൽ അറിവും പരിചയവും എന്നൊക്കെ പറയുന്നത് ആ, അത് അറിവായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളിൽ നിന്ന് വേർപെടണം. അതാ ഉദ്ദേശം. അപ്പൊ ആ ഒരു അവസ്ഥയിലേക്ക് എത്താനാണ് ഞാൻ ശ്രമിക്കുന്നത്. അത് ആത്മീയതയുടെ ഒരു തലമായിരിക്കും, പക്ഷെ അത് എപ്പോ ചെല്ലും, എങ്ങനെ ചെല്ലും ഒന്നും അറിയില്ല. പക്ഷെ അതൊരു പരീക്ഷണമാണ്. അതാ എന്റെ ഒരു മെസ്സേജ്. ഓക്കെ, അത് എവിടുന്ന് എങ്കിലും ഇൻഫ്ലുവൻസ്ഡ് ആയതാണോ, അതോ വായനയിൽ നിന്ന് കിട്ടിയതാണോ, അതോ ഏതെങ്കിലും ആത്മീയ ഗുരുക്കന്മാര് അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല, അങ്ങനൊന്നുമില്ല. ഞാനിങ്ങനെ ഓ, ഓ, സ്വയമായിട്ടൊരു ദിവസം അവിടെ ഇങ്ങനെ ഒരു ചിന്ത ചെയ്ത് വന്നതാണ് ആക്ച്വലി. നമ്മുടെ ആത്മീയത്തെ പറ്റിയുള്ള ഒരു ബോധം ഉണ്ടല്ലോ. ഇപ്പൊ നമുക്കൊരു ആത്മീയത എന്താണ്. ഞാൻ ഒരു യാഥാസ്ഥിക ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരാളാണ്. ഉം. അപ്പം അപ്പോൾ ആത്മീയതയെ പറ്റി നമുക്ക് അതിനുള്ള ഒരു കാഴ്ചപ്പാടും ബോധമൊക്കെ നമുക്ക് തരുന്ന ഒരു സാഹചര്യം നമുക്ക് നമ്മൾ ജനിച്ചു വളർന്ന സാഹചര്യത്തിലുണ്ടല്ലോ. അപ്പം എനിക്കൊന്ന് ഞാൻ ഓർത്തഡോക്സ് പിന്നെ മലങ്കര ഓർത്തഡോക്സ് സഭയിലാണ് ജനിച്ചേക്കുന്നത്. അപ്പൊ അതിനകത്ത് അതിന്റെ യൂത്ത് ആക്ടിവിറ്റീസിൽ ഞാൻ കുറെ എനിക്കൊന്ന് വളരെ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്തു. പക്ഷെ അതിനകത്ത് അവര് അന്ന് ചെയ്ത ഒരു വലിയ ഒരു കാര്യം എന്ന് പറയുന്നത്, അതിന്റെ യൂത്ത് കൺവെൻഷൻസ് എല്ലാ വർഷവും നടക്കും. അപ്പൊ ഞാൻ സ്ഥിരമായിട്ട് ക്യാമ്പുകളിൽ പോകാറുണ്ടായിരുന്നു. ക്യാമ്പുകളിൽ പോകാറുള്ളത് സൗഹൃദങ്ങൾ ഉണ്ടാക്കുക, പഴയ കോളേജ് മേറ്റ്സിനെ അവിടെ നിന്ന് ഒക്കെ ഉള്ള കോളേജിൽ നിന്നുള്ള ആൾക്കാരെ കാണുക, പരിചയപ്പെടുക എന്നുള്ളതായിരുന്നു. പക്ഷെ അതിനിടയിൽ അവർ കൊണ്ടുവരുന്ന ഒരു സ്പീക്കേഴ്സ്, അതൊരിക്കലും എനിക്കൊന്നൊരു ആത്മീയതയുടെ ആ, ആ, ആ മുഖച്ചട്ടയൊക്കെ പൊട്ടിച്ച് ഒരു മനുഷ്യൻ എന്നുള്ള ഒരു കാഴ്ചപ്പാട് ഉണ്ടാക്കാനായിട്ട് ആ സഭ ശ്രമിച്ചിരുന്നു എന്നുള്ളത് ഞാൻ ഇന്ന് മനസ്സിലാക്കി. അതിപ്പോ നടന്നതൊരു 40 വർഷത്തിന് മുമ്പാണെങ്കിൽ പോലും ഒന്ന് തിരിച്ചു ചിന്തിക്കുമ്പോൾ ഡോക്ടർ പൗലോസ് മാർ പൗലോസ് കാൽദേയ സൂര്യൻ സഭയുടെ ഒരു സ്ഥിരം പ്രഭാഷകനായിരുന്നു ആ സമയത്ത്. അപ്പൊ ഒരു സെക്കുലറിസത്തെ പറ്റിയും ഒരു സെക്കുലർ ക്രിസ്ത്യൻ വാല്യൂസിനെ പറ്റിയൊക്കെ ഒരു 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 കാഴ്ചപ്പാട് ഈ 17-18 വയസ്സുള്ള കോളേജ് കുട്ടികൾക്ക്, അത് നമ്മുടെ യാഥാസ്ഥിക ഓർത്തഡോക്സ് പാരമ്പര്യത്തിൽ വളരുന്ന മറ്റെല്ലാം തെറ്റാണെന്ന് പഠിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇതൊന്നും അല്ല, ഇതിനപ്പുറത്ത് മനുഷ്യൻ എന്ന് പറയുന്ന ഒരു വാല്യൂ ഉണ്ട് എന്ന് കാണിക്കാൻ ഈ ചെറുപ്പക്കാരെ ഒരു ജനറേഷനെ വളർത്തിക്കൊണ്ടുവരുവാൻ സഭ കാണിച്ച ഒരു താല്പര്യം ഇന്ന് ഞാൻ പുറകോട്ട് നോക്കുമ്പോൾ ചിന്തിക്കാറുണ്ട്. അതുകൊണ്ട് ഈ ഞാൻ വളർന്നു വന്ന ഒരു കാഴ്ചപ്പാട്, ഒരു ക്രിസ്തുവും ഒരു വെളിച്ചവും ആത്മീയതയും അല്ല ഇന്നിപ്പോ എന്റെ മുമ്പിലുള്ളത്. അപ്പൊ ഞാൻ കണ്ട ക്രിസ്തുവും ഞാൻ അനുഭവിച്ച ക്രിസ്തുവും ഞാൻ നേരിടുന്ന ക്രിസ്തുവും ഞാൻ എന്റെ വെല്ലുവിളികളും ഒക്കെ ആത്മീയതയിൽ അത് അതിനെ രൂപപ്പെടുത്താൻ അദ്ദേഹത്തിന്റെ ഈ ബോൺഹോഫറിന്റെ ചിന്തകളും ഒക്കെ എനിക്കൊന്ന് 18 വയസ്സിലും 19 വയസ്സിലും ഒക്കെ ഞങ്ങൾ ചർച്ച ചെയ്യാൻ തുടങ്ങി. അപ്പൊ അത് ജർമ്മനിയിലെ നാസി ക്യാമ്പില് ഒരു ക്രിസ്ത്യൻ പുരോഹിതൻ യഹൂദന്മാരെ രക്ഷിച്ചതിന്റെ പേരിൽ കൊല ചെയ്യപ്പെട്ട തൂക്കുകയറിൽ ഏർക്കപ്പെട്ട ബോൺഹോഫറാണ്. ആ ബോൺഹോഫറുടെ ജീവിതം 30-38 വയസ്സങ്ങടെ അദ്ദേഹം ജീവിച്ചിരുന്നുള്ളൂ. അദ്ദേഹം ഉണ്ടാക്കിയ ചിന്തയും കാഴ്ചപ്പാടും ഒക്കെ ബിഷപ്പ് പൗലോസ് മാർ പൗലോസ് പറയുമ്പോഴും അതുപോലെ പൗലോസ് മാർ ഗ്രിഗോറിയോസ്, ഇങ്ങനെയുള്ള ആൾക്കാരുടെ പ്രഭാഷണം കേൾക്കാൻ എനിക്കൊരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അവരുടെ കാഴ്ചപ്പാടുകളെയൊക്കെ മാറ്റാനുണ്ട്. അപ്പം ആത്മീയതയെ പറ്റി എൻ്റെ ഒരു ബോധം എന്ന് പറഞ്ഞാൽ മനസ്സിനെ നിയന്ത്രിക്കലാണ് ആത്മീയത എന്ന് പറയുന്നത്. അത് നമ്മുടെ ഒരു എഞ്ചിനാണ്. അപ്പോൾ നമ്മളെല്ലാം ജനിക്കുന്ന ഈ എഞ്ചിനുമായിട്ടാണ്. പക്ഷെ അതുപോലെ നമ്മൾ ഏത് രീതിയിൽ അതിനെ വർക്ക് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ ആത്മീയത പോകും. അതുകൊണ്ട് എനിക്ക് ഏത് തലത്തിലും ഹിന്ദുയിസത്തിലോ മുസ്ലിമിലോ യഹൂദന്മാരുടെ പ്രാർത്ഥന കൂട്ടത്തിൽ ഞാൻ പോകാറുണ്ട്. അപ്പോൾ അതിനകത്ത് ബന്ധപ്പെടുമ്പോൾ അതിനെപ്പറ്റിയുള്ള കൂടുതൽ കാഴ്ചപ്പാടും ഞാനാണെന്നൊരു ബോധത്തിൽ ആത്മീയതയെ ദൈവത്തെ കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഒരു സാധാരണ ആൾക്കാർക്ക് തിരയുന്നത് ഈ ശാന്തിയും സമാധാനവും. എങ്ങോട്ട് പോയാലും നമ്മൾ പോണേ. അപ്പം നമ്മുടെ പള്ളിയിലെ ആരാധനകളൊക്കെ ചെല്ലുമ്പോഴും നമുക്ക് അവിടുന്ന് കിട്ടുന്നത് നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ എന്നാ പറഞ്ഞു. കർത്താവ് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു പറഞ്ഞതാണ്. പക്ഷെ എന്താണ് സമാധാനം, എവിടെയാണ് സമാധാനം എന്നുള്ളതാണ് ഇപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മതങ്ങള് അവരുടെ ഈ ചട്ടക്കൂടുകളുടെ വിഭാഗീയതയും വെറുപ്പും വളർത്തി മനുഷ്യനെ ഒരു ചങ്ങലക്കിട്ടിട്ട് ചില കോണുകളിൽ ബന്ധിച്ചിരിക്കുക. അപ്പൊ ആ ചങ്ങലകൾ ഭേദിച്ചുകൊണ്ട് മനുഷ്യനുള്ള രീതിയിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെടാനും മതം എന്ന് പറയുന്നത് നമ്മളെ നല്ല ഒരു സമൂഹത്തിന്റെ ഒരു കമ്പോണന്റ് ആയിട്ട് മാറ്റാനുമുള്ള ഒരു സംവിധാനമാക്കി മാറ്റുന്ന ഒരു പ്രക്രിയയാണ് ക്രിസ്തു നമ്മുടെ മുമ്പിൽ വെച്ചത്. അത് പരദേശിയാണെങ്കിലും എബ്രായനാണെങ്കിലും
യഹൂദനാണെങ്കിലും അല്ലെങ്കിൽ ശമരിയക്കാരനാണെങ്കിലും, ശമരിയക്കാരൻ എന്ന് പറഞ്ഞാൽ യഹൂദന്മാരുടെ ഏറ്റവും എതിർക്കപ്പെട്ട ആൾക്കാരാണ്. പക്ഷെ അവരിലെ നന്മകളാണ് നല്ല ശമരിയക്കാരൻ എന്നുള്ള കഥ ക്രിസ്തു പറഞ്ഞത്. അപ്പൊ അങ്ങനെയുള്ള ഒരു ആത്മീയതയാണ് നമ്മൾ സംശീകരിക്കേണ്ടത്. അപ്പൊ അത് ആ ഒരു കാഴ്ചപ്പാടുണ്ടാകാനായിട്ട് ഞാൻ വളർന്ന സാഹചര്യത്തിൽ എൻ്റെ സഭ എന്നെ അതിന് പ്രാപ്തനാക്കി. അതുകൊണ്ടായിരിക്കണം എനിക്ക് ആ രീതിയിൽ ചിന്തിക്കാനായിട്ട് കഴിഞ്ഞു എന്നുള്ളതാണ് ആത്മീയതയെക്കുറിച്ച് എനിക്ക് എൻ്റെ വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാട്. അതായത് മനസ്സ് കൂടുതൽ വിശാലമാകണം അല്ലെ? അതെ എന്താണ് സങ്കുചിത മനസ്ഥിതി അല്ലെങ്കിൽ ഈഗോ, അത് എന്താണ് മനുഷ്യനെ അല്ലെങ്കിൽ ലോകത്തെ മനസ്സിലാക്കുന്നതിലും ഉൾക്കൊള്ളുന്നതിലും ഈഗോ ഒരു തടസ്സമാകരുത്. അതായിരിക്കും ചുരുക്കത്തിൽ പറഞ്ഞാൽ അല്ലെ? അത് ആത്മീയതയെ പറ്റിയുള്ള ഒരു കാഴ്ചപ്പാട്. ഇപ്പൊ ഞാൻ ചെറുപ്പത്തിൽ തർക്കിച്ചിട്ടുണ്ട്. ഞാൻ ഈ പറയുന്ന പോലെ ഈ പിന്നെ ആദവിന്റെ ഔവയുടെയും സ്റ്റോറിയൊക്കെ നമ്മൾ പറയുമ്പോൾ ഒരു 10-15 വയസ്സുള്ളപ്പോഴും ഞാൻ സൺഡേ സ്കൂൾ ക്ലാസ്സുകളിലൊക്കെ ഞാൻ തർക്കിച്ചിട്ടുണ്ട്. അപ്പൊ അതല്ല യഥാർത്ഥമായിട്ടുള്ള കഥ. ആ ഒരു കഥ അതേപടി വിശ്വസിക്കുക എന്നുള്ളതല്ല ഒരു വിശ്വാസിയുടെ ലക്ഷ്യം. അതിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് എന്താണ് യഥാർത്ഥമായിട്ടുള്ള നന്മയും തിന്മയും, ആ മരം എന്താണ്, ആ സർപ്പം എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്താണ് ഏറ്റവും നല്ല ഫലം, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളെ പറ്റിയൊക്കെ വരുമ്പോഴാണ് ആത്മീയതയോട്ട് വരുന്നത്. അപ്പൊ ഇതൊക്കെ ഉദ്ദേശിക്കുന്നത് ആത്മീയത. അതുപോലെ പിന്നെ നമ്മൾ വരുമ്പോൾ ക്വാണ്ടം തിയറിയും സയൻസിലേക്ക് വരുന്നു. അപ്പൊ ആ സയൻസ് നമ്മളെ പുതിയൊരു കാഴ്ചപ്പാടിലേക്ക് കൊണ്ടുവരും, പുതിയ ലക്ഷ്യങ്ങളിലേക്ക് കൊണ്ടുവരും. അപ്പൊ അത് വെച്ചിട്ട് നമ്മുടെ കാഴ്ചപ്പാടുകളെ അതിനനുസരിച്ച് ക്രമീകരിക്കുക എന്നുള്ളതാണ്. ഒന്നുമില്ലായ്മയിൽ നിന്നാണ് ഈ പ്രപഞ്ചം ഉണ്ടായത്. ബിഗ് ബാങ് തിയറി ഉണ്ടായിരുന്നത്. ഒരു ആദിസ്പന്ദനം ഉണ്ടാകുന്നു. ആദിസ്പന്ദനത്തിൽ നിന്ന് ജീവൻ ഉണ്ടാകുന്നു. ആ ജീവൻ തുടിക്കുന്നു, അത് ലോകത്തിലെ നക്ഷത്രങ്ങൾ ഉണ്ടാക്കുന്നു. അങ്ങനെ ഒരു ചിന്തയിലേക്ക് പോകുമ്പോഴത്തേക്കും നമ്മൾ ഈ സങ്കുചിതമായിട്ട് ചിന്തിച്ചിട്ട് നമ്മുടെ ഈ 70 വർഷം അല്ലെങ്കിൽ 80 വർഷത്തെ ജീവിതത്തിന് ശേഷം പോയിട്ട് സ്വർഗത്തിലേക്ക് പോകുന്നു, നരകത്തിലേക്ക് പോകുന്നു ഒക്കെ വളരെ ചെറിയ കുഴിഞ്ഞ കാഴ്ചപ്പാടുകളിലോട്ട് നമ്മുടെ ജീവിതം ക്രമീകരിക്കാതെ നമുക്ക് നമ്മുടെ ജീവിതത്തിലൊക്കെ തന്നേക്കുന്ന വലിയൊരു കാഴ്ചപ്പാടും വലിയൊരു ലോകവും വലിയൊരു പ്രപഞ്ചവുമാണ്. ആ ഒരു പ്രപഞ്ചത്തെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ചിന്തകളെ ക്രമീകരിക്കാൻ വേണ്ടത്. അപ്പൊ ബോധം ഉണ്ടാകണം. നമ്മുടെ ബോധം ഉണ്ടാകുമ്പോഴാണ് ജീവൻ ഉണ്ടാകുന്നത്. അപ്പം ആ ജീവൻ ഉണ്ടാകുമ്പോഴാണ് ഊർജ്ജം ഉണ്ടാകുന്നത്. അപ്പൊ ബോധവും ഊർജ്ജവും ഒക്കെ നഷ്ടപ്പെടുമ്പോഴും നമ്മൾ മരണം സംഭവിക്കുക. അപ്പൊ അതുവരെയുള്ള നമ്മുടെ ആ ഒരു നിഷ്കാർമ്മമായുള്ള ജീവിത പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ ബോധത്തെ കൂടുതൽ ഉണർത്തിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് ആത്മീയതയുടെ കാഴ്ചപ്പാട്. മറ്റൊരു വേർഷൻ ഞാൻ കേട്ടിട്ടുള്ളത് എനിക്ക് തോന്നുന്നു, എന്താണ് നമ്മുടെ വിചാരം കൊണ്ടോ അല്ലെങ്കിൽ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ മറ്റൊരാൾക്ക്, അതിപ്പം ജീവനുള്ളതോ ജീവനില്ലാത്തതോ ചരാചരങ്ങൾക്ക് ഒന്നിനും ഒരു ഉപദ്രവം ഉണ്ടാകാതെ ജീവിക്കാൻ സാധിക്കുന്ന ആളാണ് യഥാർത്ഥമായിട്ട് സ്പിരിച്വാലിറ്റി ഉള്ള ആളാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അതുമായിട്ട് ചേർന്ന ഒരു വ്യൂ ആണെന്ന് തോന്നുന്നത് അല്ലേ? അതിനകത്ത് എനിക്ക് മറ്റൊരു ഒരു ആർഗ്യുമെന്റ് ഉണ്ട്. കാരണം ഒരു പുലി ഒരു ആടിന്റെ പുറകെ ഓടി അതിനെ തിന്നാനായിട്ട് ശ്രമിക്കുന്നത് അതിന്റെ ഒരു ഇരയാണ്, അതിന്റെ ഭക്ഷണമാണ്. അപ്പൊ അതിനെ സംബന്ധിച്ച് ഒരു അക്രമമല്ല. സോ ദാറ്റ്സ് എ നാച്ചുറൽ തിങ്. അപ്പം ഈ പ്രകൃതിയിൽ എപ്പോഴും ചൂഷണം ഉണ്ടാവും. ഈ ചൂഷണത്തെ ഞാൻ ലഘൂകരിച്ച് കാണുമോ അതിനെ ന്യായീകരിക്കുകയല്ല. പക്ഷേ ഈ ചൂഷണം ഉണ്ടാകുമ്പോഴാണ് ചൂഷണത്തെ എങ്ങനെ എതിർക്കണമെന്നും അതിനുള്ളൊരു ബോധം ഉണ്ടാകും. ഇപ്പൊ മനുഷ്യർക്കും മൃഗങ്ങളും തമ്മിലൊരു വ്യത്യാസം എന്ന് പറയുന്നത് ഒരു ആത്മീയ തലമുണ്ട് മനുഷ്യന്, ഒരു ബോധതലം. അപ്പൊ തെറ്റെന്താണ് ശരി എന്താണ് എന്നുള്ള ഒരു തിരിച്ചറിവിന്റെ ഒരു ചോദ്യം ചെയ്യലിന്റെ ഒരു അനാലിറ്റിക്കലായിട്ട് ചിന്തിക്കേണ്ട ഒരു കഴിവ് മനുഷ്യന് കിട്ടിയിട്ടുണ്ട്. അതാണ് മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള വ്യത്യാസം. അല്ലെങ്കിൽ ബാക്കി ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെ, കാമം അല്ലെങ്കിൽ പിന്നെ അതിന്റെ ഇണകളെ സംശീകരിക്കേണ്ട ബന്ധങ്ങൾ, അതിൽ കുട്ടികളെ സംരക്ഷിക്കേണ്ടത്, ഇതൊക്കെ സാധാരണ മൃഗങ്ങൾക്കെല്ലാം സെയിം ആയിട്ടുള്ള ഒരു കമ്പോണന്റാണ്. പക്ഷെ അതിലുപരിയായിട്ട് നമുക്ക് കിട്ടിയേക്കുന്ന ആത്മീയ തലത്തിൽ ബോധമാണ്, ബോധവും ചിന്തയും ഒരു വികാസവുമാണ്. അപ്പം ഈ പ്രകൃതിയിൽ ചതിയുണ്ട്. ചതിയിൽ കൂടിയാണ് നമ്മൾ കടന്നു വരുന്നത്. അപ്പൊ അതൊരു തെറ്റായിട്ടുള്ള ഒരു ഭാഗമല്ല. നമ്മൾ ജീവിക്കേണ്ട അത് അതിജീവിക്കേണ്ട ഒരു ഘടകമാണ്. നമ്മൾ ഈ ഹഡിൽസ്, നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഹഡിൽസ് ചാടത്തില്ലേ? അപ്പം ഹഡിൽസ് ചാടി പോകുമ്പോൾ പല പ്രതിബന്ധങ്ങളിൽ മുമ്പോട്ട് പോകുമ്പോഴാണ് ജീവിതം അതിന്റെ പരിഭാവനത്തിൽ വരുന്നത്. അപ്പം അതിൽ ഈ ചതി അതിനകത്ത് പ്രകൃതിദത്തമായ ഒരു ഹഡിലാണ്. അതിനെ അതിജീവിക്കണം. അതാണ് ആത്മീയത.